ഞാൻ ശരിക്കും ഉപ്പ ധരിക്കുമ്പോൾ കാണും ആദ്യം പൂർണ്ണമായ ഒന്നും എടുക്കണമല്ലോ പറയുന്നുണ്ടാവും. അങ്ങനെ ഉപ്പ ധരിച്ച് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ചെയ്ത് യാത്ര പോയി. ഞാൻ എയർപോർട്ടിലെത്തി. അവിടെ ഇങ്ങനെ കയറിപ്പോയി. രാത്രി 12 മണി വരെ എൻ്റെ ഒന്നും ഉറങ്ങിയില്ല. എനിക്ക് ആ ഒന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അസറസ്കരിക്കാം, അരിവസ്കരിക്കാം, വിശാസ്കരിക്കാം. എൻ്റെ ഒന്നും ഉറങ്ങിയില്ലല്ലോ. അങ്ങനെ കുറിച്ചൊക്കെ കഴിയുന്നത് വേറെ വിഷയം. ഉറങ്ങിയില്ലാന്ന് സങ്കല്പിക്കുക. ആ ഓൻ്റെ ഒന്നും ഉറങ്ങിയില്ല. ആ 12 മണിക്ക് ശേഷമാണ് ഓൻ്റെ ഒന്നും ഉറങ്ങുന്നതെങ്കിൽ ഓൻ്റെ ഉപ്പ ധരിച്ച് ഉച്ചക്കാം. ഓൻ്റെ ഒന്നും ഉറങ്ങിയ 12 മണിക്കാണ്. ആ 12 മണി മുതലാണ് അത് കൂട്ടുക ഈ 3 ദിവസം. അപ്പോൾ പിറ്റേന്ന് 12 മണി നമ്മളെ 1 ദിവസം ഉള്ളൂ. പിറ്റേന്ന് രാത്രി 12 20 മണിക്ക് കൂട്ടണമല്ലോ. ലൈലമയവും എന്നാണ് ലയാലി എന്താണ് അയ്യാമിൻ വലയില എന്ന് പറഞ്ഞാൽ അവൻ്റെ പകലും രാത്രിയും കൂട്ടണമെങ്കിൽ 1 ദിവസം കിട്ടണം. അപ്പം 1 ദിവസമാണെങ്കിലും നാട്ടുകാരനാണെങ്കിലോ ഒരു പിറ്റേന്ന് 1 ദിവസം കഴിഞ്ഞു. അപ്പോൾ അശുദ്ധി ഓൻ ആയത് മുതൽ കാരണം ഇനി അടുത്ത പോകും. ഇപ്പോൾ 12 മണിക്ക് ഒന്ന് പറഞ്ഞ് ഒരുത്തൻ നിശാ ദിവസത്തേക്ക് റെഡി ആകാനാണെങ്കിൽ ഓൻ എനിക്ക് ശുദ്ധീകരിക്കണമെങ്കിൽ ഓൻ എന്ത് ചെയ്താൽ മതി? ഉപ്പ തടഞ്ഞാൽ മതി. ആ തടയൽ ഏത് വരെ പോകും? യാത്രക്കാരനാണെങ്കിൽ 3 ദിവസം, നാട്ടുകാരനാണെങ്കിൽ 1 ദിവസം.